Hello. Welcome to the stream, guys. Welcome to the stream. ഇന്നത്തെ സബ്സ്ക്രൈബേഴ്സ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ മാച്ച് എന്ന് പറയുന്നത് നമ്മുടെ 1 vs 1 ഗ്രേ സ്പോർട്സിൻ്റെ ഫൈനൽസ് ആണ്. ഫൈനൽസിലേക്ക് മൊത്തം 3 മാച്ചസാണ് ഉണ്ടായിരിക്കുന്നത്. ആദ്യം നമ്മുടെ ഗ്രേ റയോട്ട് വേഴ്സസ് ബഡ്ഡി കളിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ഒരു മാച്ചും കൂടെ കാണാം. അവർ രണ്ടുപേരും കൂടെ കളിച്ചിട്ട് 2 മാച്ചിൽ ആരൊക്കെ ജയിക്കുന്നോ അവരായിരിക്കും ഫൈനൽ മാച്ച്. ഇതാണ് ഇന്ന് നടക്കാൻ പോകുന്നതിൻ്റെ ഒരു ബ്രീഫായിട്ട് പറയാനുള്ളത്. മൊത്തം പൊള്ളി മാച്ച് ആയിരിക്കും. മൊത്തം 3 മാച്ച് ഉള്ളെങ്കിലും മൊത്തം തീ പാറുന്ന രീതിയിലുള്ള മാച്ച് ആയിരിക്കും. അപ്പോൾ എല്ലാവരും സ്ട്രീം സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യുക. അപ്പോൾ സ്ട്രീം എല്ലാവരും ജോയിൻ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ ഇന്നത്തെ മാച്ചസ് ആണ്. നമ്മുടെ ഗ്രേ ബഡ്ഡി ഉണ്ട്, ഈസ് ഉണ്ട്, റയോട്ട് ഉണ്ട്, എല്ലാവരും ഓൺലൈൻ ഉണ്ട്. ഇന്നത്തെ മാച്ചസ് അതൊക്കെയാണ്. നമ്മുടെ വെനം റൂം തുടങ്ങിയിട്ടുണ്ട്. വെനം റൂം ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. വെനം ഈസ് വെരി ഫാസ്റ്റ്. ആദ്യത്തെ റൂം തുടങ്ങിയപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പം ശീലമായി കഴിഞ്ഞ് വെനത്തിന്. അപ്പോൾ എല്ലാവരും ഇന്ന് പൊളിച്ചടുക്കുക, ഒരു രക്ഷയും കാണില്ല. ഫുൾ ഓൺ എനർജി. ഫസ്റ്റത്തെ റൂം തുടങ്ങുകയും ചെയ്തിപ്പോൾ ഗെയ്സ്. നമ്മളിപ്പോൾ തന്നെ തുടങ്ങുമ്പോൾ 8:30 എന്ന് പറഞ്ഞാൽ 8:30 തുടങ്ങി, 8:30 മാച്ച് തുടങ്ങിയിട്ടുണ്ട്. ഫുൾ ഓൺ പെവറാണ് മനസ്സ്, പെവർ. എല്ലാവരും സ്ട്രീമിലോട്ട് വരാം. സ്ട്രീം കാണാത്തവരാണ് സ്ട്രീം പോവുക. മൊത്തം പെവറാണ് ഗെയ്സ്, മൊത്തം പെവറാണ്. മൊത്തം ഹിരിക്കണം. ഓക്കെ, സ്ട്രീമൊക്കെ ഓക്കെയാണ്. ഓക്കെ, ബഡ്ഡി ഇവിടെ എത്തിയിട്ടുണ്ട്. ബഡ്ഡി ഇവിടെ സിംഗിൾ ഇട്ട് ടാപ്പ് ചെയ്ത് കളിക്കുകയാണ്. അവിടെ അപ്പുറത്തെ സൈഡിൽ റയോട്ട് ഉണ്ട്. റയോട്ട് ഇസ് ആൾവേസ് പ്രിപ്പയർഡ് ഓൺ ഫയർ. നമുക്ക് മൊത്തത്തിൽ റയോട്ടും ബഡ്ഡി എന്നുള്ള ഫൈനൽസിൻ്റെ ഫസ്റ്റ് മാച്ചസാണിത്. മൊത്തം ഓപ്പൺ. ഇവിടെ ബഡ്ഡി ഡ്രോപ്പ് ഷോട്ട് പ്രൈസ് ഉണ്ട്. റയോട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ റയോട്ട് നമുക്ക് സ്പെക്ക് ചെയ്യാം. റയോട്ട് എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് മൊത്തത്തിലൊന്ന് സ്പെക്ക് ചെയ്ത് നോക്കാം. റയോട്ട് അവിടെ തന്നെ, റയോട്ട് അനങ്ങുന്നില്ല. എനിക്കൊന്ന് റയോട്ടിന് പിങ് ഇഷ്യൂ ആണ്. അവിടെ ബഡ്ഡി അവിടെ പുഷ് എടുക്കുന്നുണ്ട്. റയോട്ട് ഇപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ട്. മേ ബി ഹി യെസ് പിങ് ഇഷ്യൂ. റയോട്ട് ഇപ്പോഴും പിങ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റയോട്ടിന് നല്ല പിങ് ഉണ്ടെന്നാണ് തോന്നുന്നത്. റയോട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. റയോട്ട് വീണ്ടും അനങ്ങുന്നില്ല. റയോട്ടിന് പിങ് ആണെന്ന് ഉറപ്പാണ്, 100% പിങ് ആണ്. റയോട്ടിനെ വീണ്ടും അടിച്ചിട്ടിരിക്കുകയാണ് ബഡ്ഡി. റയോട്ടിന് ബഡ്ഡിക്കാണ് ഫസ്റ്റ് പോയിന്റ് കിട്ടിയിട്ടുള്ള. ബഡ്ഡിയെ വീണ്ടും അടിച്ചിട്ട് റയോട്ടിന് ഫസ്റ്റ് പോയിന്റ് കിട്ടി. 1-1 എന്ന നിലയിലാണ് പോകുന്നത്. റയോട്ട് അവിടെ ബഡ്ഡിയുടെ M4 പിക്ക് ചെയ്തിട്ടുണ്ട്. സ്ട്രീമിൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ഒന്നും പറയുന്നില്ല. റയോട്ട് ഓൺ പവർ. റയോട്ട് പൊളിച്ചടുക്കുകയാണ്. റയോട്ട് അവിടെ പ്രീ ഫയർ ആണ്. ബഡ്ഡി അവിടെ വരുമെന്നും പറഞ്ഞു. പക്ഷേ ബഡ്ഡി അവിടെ എൻ്റെ ആ പരിസരത്ത് പോലും ഇല്ല. റയോട്ട് ഇവിടെ ബഡ്ഡിയെ നോക്കി പോയിരുന്നു. ബഡ്ഡിയെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. റയോട്ട് വന്നിട്ട് നല്ല രേഖ തന്നെ കൊടുത്തിട്ടുണ്ട്. വെനം സാർ വന്നിട്ടുണ്ട്. വെനം ഹലോ ഇട്ടുണ്ട്. വെനം സാർ ബിഗ് ഷോട്ടുണ്ട്. നമ്മുടെ റൂം കാർഡ് സ്പോൺസർ ഇവിടെ വീണ്ടും റയോട്ട് അടിച്ചിട്ടുണ്ട്. റയോട്ടിന് 2 പോയിന്റ്, ബഡ്ഡിക്ക് 1 പോയിന്റ്. റയോട്ട് ഇസ് ഫുൾ ഓൺ പവർ. പിങ് ആദ്യം ഒരു ഇഷ്യൂ ഉണ്ടാക്കിയെങ്കിലും റയോട്ട് ഇസ് ബാക്കിംഗ് അപ്പ്. റയോട്ട് എങ്ങനെ പോയി അങ്ങനെ തന്നെ തിരിച്ചു. ഒരു 5 സബ്സ്ക്രൈബാണ് ഇന്നത്തെ ടാർഗറ്റ്. നമുക്ക് 5 സബ്സ്ക്രൈബേഴ്സ് ഉറപ്പിക്കാൻ പറ്റും ഇന്ന് സ്ട്രീം കാരണം എന്നാണ് നമ്മൾ നോക്കാനുള്ളത്. ബഡ്ഡി ഓൺ പവർ. ബഡ്ഡി അവിടെ ഒരു നീഡ് കുക്ക് ചെയ്തിരുന്നുണ്ട്. നമുക്ക് ബഡ്ഡിയെ സ്പെക്ക് ചെയ്യാം. ബഡ്ഡി അവിടെ ടിപ്പെടുത്ത് നിൽക്കുകയാണ്. ബഡ്ഡി റയോട്ടിന് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബഡ്ഡിക്ക് അവിടെ ടാഗ് കൊടുത്ത് ബഡ്ഡി നല്ല രീതിയിൽ തന്നെ റയോട്ടിന് ടാഗ് കൊടുത്തിട്ടുണ്ട്. ബഡ്ഡി പുഷ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പോൾ തന്നെ റയോട്ടിനെ അടിച്ചിടാൻ പറ്റും. റയോട്ടിനെ അടിച്ചിട്ടിരിക്കണം. ബഡ്ഡി ഈസ് ഓൺ ഫുൾ ഓൺ പവർ. 2-2. ബഡ്ഡി ഈസ് ബാക്കിംഗ് അപ്പ് ആൻഡ് റയോട്ട് ഈസ് ബാക്കിംഗ് അപ്പ്. 2-2 സമനിലയിലാണ് കളിപ്പിക്കൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയുമില്ല, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, വിട്ടു കൊടുക്കുന്നില്ല എന്ന രീതിയിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ റയോട്ടിന് സ്പീക്കർ. റയോട്ട് എന്താണ് അടിച്ചത്? റയോട്ട് ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ്. റയോട്ടിന് വീണ്ടും പിങ് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. റയോട്ട് വീണ്ടും അവിടെ തന്നെ നിന്ന് പിങ് റീസ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. റയോട്ട് ഇന്നത്തെ മാച്ച് ഫുള്ള് പിങ് ഇഷ്യൂ കാരണം അവിടെ ബഡ്ഡി അവിടെ ടിപ്പിപ്പെടുത്തി നിൽക്കുകയാണ്. റയോട്ടിന് പിങ് പോയെന്ന് അറിയത്തില്ല, എന്താണെന്ന് അറിയത്തില്ല, ടിപ്പിപ്പെടുത്തി നിൽക്കുകയാണ്. റയോട്ട് ഇപ്പോഴും പിങ് പോയ സീനിലാണ് നിൽക്കുന്നത്. എന്താണ് അവസ്ഥയെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. മൊത്തം ഒരു 1.5 മാച്ചായിരിക്കും. ഇപ്പം തന്നെ കണ്ടില്ല, ആദ്യത്തെ 3 മിനിറ്റിൻ്റെ അകത്ത് തന്നെ മൊത്തം പെവറായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം വെടിവെപ്പ്. ആരും വിട്ടു കൊടുക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ബഡ്ഡി അവിടെ ഫ്ലാങ്ക് ചെയ്ത് കറങ്ങി നിൽക്കുകയാണ്. അവിടെ നമ്മുടെ റയോട്ട് ഇപ്പോഴും പിങ് സീനായിട്ട് അവിടെ നിൽക്കുകയാണ്, അനങ്ങുന്നില്ല. റയോട്ടിനെ വീണ്ടും അടിച്ചിട്ടിരിക്കുകയാണ്. എന്താണ് മക്കളെ ഇവിടെ പിങ് പോയി നിൽക്കുകയാണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും നിനക്കില്ലടാ. എന്തൊക്കെ വന്നാലും ശരി, റയോട്ട് വിട്ട് കൊടുക്കാതെ ഇന്ന് പിടിച്ച് നിൽക്കുമോ എന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതി. റയോട്ട് ഓർ ബഡ്ഡി ഈസ് ഫുൾ ഓൺ പവർ ആൻഡ് റയോട്ട് ഈസ് പുഷിങ് ടുവേർഡ്സ് ദ സൈഡ് ഓഫ് ബഡ്ഡി സ്പോട്ട് ചെയ്തിട്ട് ബഡ്ഡിക്ക് ടാഗ് കിട്ടിയിട്ടില്ല റയോട്ടിൻ്റെ സൈഡിൽ നിന്ന്.
അവിടെ ബഡ്ഡി റയോട്ടിന് ടാഗ് കൊടുക്കുന്നുണ്ട്. ബഡ്ഡി അവിടെ റയോട്ടിന് അടിച്ചിടുമ്പോൾ അത് ബഡ്ഡീനെ റയോട്ട് അവിടെ അടിച്ചിട്ടിരിക്കണം. അവിടെ 3-3. അവിടെ നീ എൻ്റെ പിങ് പോയപ്പോൾ നീ എന്നെ അടിച്ചാലും കുഴപ്പമില്ല, എനിക്കൊരു സീനില്ല, ഞാൻ നിന്നെ തിരിച്ചടിക്കും, ആ പോയിന്റ് ഞാൻ എടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ റയോട്ട് നിൽക്കുകയാണ്. അവിടെ ബഡ്ഡിക്കെതിരായിട്ട് എല്ലാ തരത്തിലുള്ള ടാറ്റിക്സ് എടുത്ത് തന്നെയാണ് റയോട്ട് കളിക്കുന്നത്. റയോട്ട് അവിടെ ബഡ്ഡിക്ക് ടാഗ് കൊടുക്കുന്നുണ്ട്. അവിടെ ഒരു ഫ്രീ ഫയർ ചെയ്യുന്ന അവിടെ ഒരു നെയ്ഡ് ഇട്ടിട്ടുണ്ട് ബഡ്ഡി റയോട്ടിൻ്റെ സൈഡിലോട്ട്. അവിടെ നല്ലൊരു രീതിയിൽ തന്നെ ടാഗ് കൊടുക്കുന്നുണ്ട്. ബഡ്ഡിക്ക് നല്ല ടാഗ് ഇട്ടിട്ടുണ്ട്. ബഡ്ഡി അവിടെ റയോട്ടിനെ ഫിനിഷ് ചെയ്യുമോ? അല്ല, ബഡ്ഡി അവിടെ ഒരു ഡിസ്റ്റൻസ് സംഭവിച്ചാൽ ബഡ്ഡി അവിടെ റയോട്ടിനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. മൊത്തത്തിൽ ചന്നാ പിന്നെ അടി, അങ്ങോട്ടും ഇങ്ങോട്ടും അടി, ഒരു രക്ഷയുമില്ല. ഫുൾ ഓൺ പവർ. റയോട്ട് അവിടെ ബഡ്ഡിയുടെ സൈഡിലോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. അവിടെ പ്രീ ഫയർ ചെയ്യാനുള്ള ശ്രമമാണ്. റയോട്ടിൻ്റെ ബഡ്ഡിയുടെ പൊസിഷൻ അറിയത്തില്ല. അവിടെ പ്രീ ഫയർ ചെയ്ത് കയറുകയാണ്. പ്രീ ഫയർ കയറി റയോട്ട് തന്നെ ബഡ്ഡിയെ വീണ്ടും അടിച്ചിട്ടിരിക്കുകയാണ്. അവിടെ 4-4. വീണ്ടും അവിടെ നമ്മുടെ റയോട്ട് അവിടെ ലെവൽ 3 വെസ്റ്റ് സ്വന്തമാക്കിയിരിക്കുകയാണ്. റയോട്ടിന് വീണ്ടും ഒരു അഡ്വാൻറ്റേജ്. റയോട്ട് വീണ്ടും ഗണ്ണ് സ്വിച്ച് ചെയ്ത് റീലോഡ് ചെയ്യുകയാണ്. അവിടെ റയോട്ട് വീണ്ടും ഗണ്ണ് സ്വിച്ച് ചെയ്ത് റീലോഡ് ചെയ്യുന്ന 2 M4 ഉണ്ട്, 2 ഫുള്ളി റീലോഡഡ്. ആൻഡ് ടുവേർഡ്സ് സൈഡ് ഓഫ് ബഡ്ഡി നമ്മുടെ റയോട്ട് പുഷ് ചെയ്യാണ്. ഒരു രക്ഷയില്ല. അവിടെ വീണ്ടും ബഡ്ഡിക്ക് ചെറിയ രീതിയിൽ ടാഗ് കൊടുത്തിട്ടുണ്ട്. റയോട്ട് ഒരു രക്ഷയില്ല. നമുക്ക് അങ്ങോട്ട് കയറാം. റയോട്ട് വീണ്ടും ബഡ്ഡിക്ക് ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. റയോട്ടിനെ ബഡ്ഡി അടിച്ചിടുമ്പോൾ അത് വീണ്ടും ബഡ്ഡി നമ്മൾ റയോട്ടിനെ അടിച്ചിട്ടിരിക്കണം. 4-5 4 രീതിയിലാണ് പോയിന്റ് പോയിക്കൊണ്ട് നമുക്ക് ബഡ്ഡിയെ സ്പെക്ക് ചെയ്യാം. ബഡ്ഡി അവിടെ ടീപ്പ് എടുത്തിരിക്കണം. ബഡ്ഡി ഹീലപ്പ് ആവേണ്ട. ബഡ്ഡി അവിടെ 2 M4 റീലോഡ് സെറ്റ് ചെയ്യാണ്. അവിടെ നമ്മുടെ റയോട്ടിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് തോന്നുന്നു നമ്മുടെ ബഡ്ഡി. റയോട്ടിനെ സ്പെക്ക് ചെയ്യാം. റയോട്ട് എന്താണ് അവിടെ ചെയ്യുന്നത്? റയോട്ട് അവിടെ റൊട്ടേറ്റ് ചെയ്ത് കയറാനുള്ള ശ്രമമാണ്. റയോട്ട് നല്ല രീതിയിൽ തന്നെ ടാഗ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ബഡ്ഡിയുടെ സൈഡിലോട്ടാണ് റയോട്ട് പുഷ് ചെയ്യുന്നത്. റയോട്ട് മോഡറേറ്റേഴ്സ് ഒന്ന് സ്ട്രീം വീണ്ടും ഹീലപ്പ് ആവണം. ബഡ്ഡീനെ അടിച്ചിട്ടുമോ? അത് റയോട്ട് വീഴുമോ? റയോട്ടിനെ വീണ്ടും ബഡ്ഡിയെ അടിച്ചിട്ടിരിക്കണം. ബഡ്ഡിക്ക് 6 പോയിന്റ്, റയോട്ടിൻ്റെ 4 പോയിന്റ്. സ്ട്രീം കാണുന്ന നമ്മളെ മോഡറേറ്റേഴ്സൊക്കെ ഗ്രൂപ്പുകളിലൊന്ന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഗേസ്. സ്ട്രീമേഴ്സിന് വ്യൂസ് ഒന്നും വരുന്നില്ല. എല്ലാവരും ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം. അവിടെ ടാഗ് കിട്ടുന്നുണ്ട്. കൊടുക്കുന്നുണ്ട് നമ്മുടെ ബഡ്ഡി റയോട്ടിന്. വീണ്ടും റയോട്ടിൻ്റെ ബഡ്ഡിയുടെ സൈഡിലോട്ട് കയറണം. റയോട്ടിനെ അടിച്ചിടുമ്പോൾ അത് ബഡ്ഡി റയോട്ടിനെ അടിച്ചിടുമ്പോൾ നോക്കാം. ബഡ്ഡീനെ വീണ്ടും റയോട്ട് അടിച്ചിരിക്കുകയാണ്. അവിടെ വീണ്ടും ഒരു സൈഡിൽ നിന്ന് ഒരു ബാക്കമാണ് നമ്മുടെ റയോട്ടിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്നത്. 5 പോയിൻ്റാണ് എടുത്തിരിക്കുന്നത്. വെറും പോയിന്റ് ഡിഫറൻസ്, 1 പോയിന്റ് മാത്രം. അവിടെ ബഡ്ഡി ഒരു നീഡ് ഇട്ടിട്ടുണ്ട് റയോട്ടിൻ്റെ സൈഡിലോട്ട്. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കുന്നു. കട്ട ടൈറ്റാണ് മാച്ച് പോകുന്നത്. 1 പോയിന്റ് ഡിഫറൻസ് മാത്രം. അവിടെ റയോട്ടിനെ വീണ്ടും ബഡ്ഡീനെ അടിച്ചിടുമോ? അതോ റയോട്ടിനെ ബഡ്ഡി അടിച്ചിടുമോ? അവിടെ വീണ്ടും അടിച്ചിട്ടിരിക്കുകയാണ് നമ്മളെ ബഡ്ഡി. 2 പോയിന്റ് ഡിഫറൻസ്. റയോട്ടിൻ്റെ ലീഡ് അധികം കൊടുക്കുന്നില്ല നമ്മുടെ ബഡ്ഡി. എപ്പോഴും അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പോയിന്റ് തിരിച്ചെടുക്കാൻ തന്നെ നമ്മളെ റയോട്ട് നോക്കുന്നുണ്ട്. റയോട്ട് അവിടെ റൊട്ടേറ്റ് ചെയ്യുകയാണ്. നമുക്ക് ബഡ്ഡി സ്പെക്ക് ചെയ്യാം. ബഡ്ഡി അവിടെ റൊട്ടേറ്റ് ചെയ്യണം. ബഡ്ഡി എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. റയോട്ട് അവിടെ ചിപ്പിപ്പെടുത്തിക്കണം. ബഡ്ഡി ഇവിടെ ചിപ്പിപ്പെടുത്തിക്കണം. റയോട്ടിനെ സ്പെക്ക് ചെയ്യുക. റയോട്ട് അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ബഡ്ഡിയുടെ പൊസിഷൻ റയോട്ടിന് അറിയാമോ എന്നറിയത്തില്ല. അവിടെ റയോട്ടിനെ സ്പോട്ട് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. ബഡ്ഡിയുടെ സൈഡിൽ നിന്ന് സ്പോട്ട് ചെയ്തിരിക്കാനും ചാൻസ് ഉണ്ട്. റയോട്ടിനെ അടിച്ചിടുമ്പോൾ അത് റയോട്ടിനെ അടിച്ചിടുമ്പോൾ നമുക്ക് നോക്കാം. അവിടെ ബഡ്ഡി അവിടെ നിന്ന് കറങ്ങിയാണ്. റയോട്ടിൻ്റെ പൊസിഷൻ ബഡ്ഡിക്ക് അറിയത്തില്ല, ഉറപ്പാണ്. അവിടെ റയോട്ട് നല്ല രീതിയിൽ തന്നെ ടാഗ് കൊടുത്തിട്ടുണ്ട്. ബഡ്ഡിക്ക് നല്ല ടാഗ് കിട്ടിയിട്ടുണ്ട്. റയോട്ട് അവിടെ റൊട്ടേറ്റ് ചെയ്യണം. അത് മനസ്സിലാക്കി തന്നെ റയോട്ട് പ്രിഫർ ചെയ്തുകൊണ്ട്, കാരണം നല്ല രീതിയിൽ തന്നെ ടാഗ് കിട്ടിയിട്ടുണ്ട്. ബഡ്ഡീനെ അടിച്ചിട്ടിരിക്കുകയാണ് റയോട്ട് വീണ്ടും 1 പോയിന്റ് ഡിഫറൻസ് മാത്രമേ കുറച്ചിരിക്കുകയാണ്. റയോട്ട് ഈസ് ബാക്കിംഗ് അപ്പ്. ഒരേ പുള്ളി, ഒരു രക്ഷയുമില്ല. ഫുൾ ഓൺ പവർ എന്ന് പറഞ്ഞ റയോട്ട് വേണം. അവിടെ ഒരു നേട് കുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് നമ്മുടെ ബഡ്ഡി എന്താണ് ചെയ്യാൻ പോകുന്നത്? ബഡ്ഡി റയോട്ടിനെ അടിച്ചിടുമോ? റയോട്ട് നമ്മൾ ബഡ്ഡിനെ അടിച്ചിടുമ്പോൾ വീണ്ടും അവിടെ ഒരു ഉഗ്രൻ ഫൈറ്റ് എടുക്കുകയാണ്. അവിടെ റയോട്ടിനെ അടിച്ചിട്ടിരിക്കണം. ബഡ്ഡി വീണ്ടും 2 പോയിന്റ് ലീഡ് എടുത്തിരിക്കണം. ബഡ്ഡിക്ക് 2 പോയിന്റ് ലീഡ്. റയോട്ട് ബഡ്ഡി ഇതൊരു 1.5 ഫൈറ്റിന് മാറിക്കൊണ്ടിരിക്കുകയാണ്. വെറും 2.5 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുക. റയോട്ട് ജിക്കും ബഡ്ഡി ജിക്കും ഒരു അവസ്ഥ ഇപ്പോഴും പറയാൻ പറ്റാത്ത രീതിയിലാണ് മാച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ വീണ്ടും റയോട്ട് ബഡ്ഡിക്ക് ടാഗ് കൊടുക്കുന്നുണ്ട്. അവിടെ റയോട്ടിനെ അടിച്ചിടുമ്പോൾ ബഡ്ഡിയെ റയോട്ടിനെ അടിച്ചിടുമ്പോൾ ഒന്നും അറിയത്തില്ല. അവിടെ ഹീലപ്പ് ആവുന്നുണ്ട്. അവിടെ വീണ്ടും അടിച്ചിട്ട് 3 പോയിന്റ് ലീഡറാണ് ബഡ്ഡി എടുത്തിരിക്കുന്നത്. ഫൈനലിലേക്ക് പോകുന്ന ബഡ്ഡി ആയിരിക്കും. റയോട്ടൊക്കെ 3 പോയിന്റ്, വെറും 2 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുക. റയോട്ട് തിരിച്ച് വരാൻ പറ്റുമോ എന്നുള്ള ചോദ്യം മാത്രം ബാക്കി നിൽക്കുകയാണ്. റയോട്ടിന് ബാക്കി തിരിച്ച് വരാൻ പറ്റുമോ? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പോയിന്റ് ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. റയോട്ടിന് നമുക്ക് സ്പെക്ക് ചെയ്യാം. റയോട്ട് എന്താണ് അവിടെ ചെയ്യുന്നത്? റയോട്ട് അവിടെ നിൽക്കുകയാണ്. റയോട്ട് അവിടെ ലെവൽ 3 സ്വന്തമാക്കിയിട്ടുണ്ട്.
റയോട്ട് അവിടെ ബഡ്ഡിയിട്ട് പൊസിഷൻ മനസ്സിലാക്കിയിട്ട് അവിടെ റയോട്ട് വീണ്ടും അടിച്ചിട്ട് 2 പോയിന്റ് ഡിഫറൻസ് മാത്രമേ കുറച്ചിട്ടുണ്ട്. റയോട്ടിന് വീണ്ടും ഇപ്പോഴും ചാൻസ് ഉണ്ട്. 2 മിനിറ്റ് ബാക്കിയുണ്ട്. റയോട്ടിന് ചാൻസ് ഉണ്ടോ? റയോട്ടിന് ചാൻസ് ഉണ്ടോ? അതാണ് നമ്മുടെ ചോദ്യം. റയോട്ടിന് ഇപ്പോഴും ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ടെങ്കിൽ #S എന്ന് കമൻറ്റ് ചെയ്യുക ഗീസ്. അവിടെ റയോട്ട് വീണ്ടും ഒരു ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബഡ്ഡി അടിച്ചിടാൻ ശ്രമിക്കുകയാണ് റയോട്ട് ബഡ്ഡി അടിച്ചിടുമോ അതോ ബഡ്ഡി അവിടെ പിസ്റ്റൽ വെച്ച് അടിച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ സ്കോർപ്പിയൻ വെച്ച് അടിച്ചിരിക്കുകയാണ്. റയോട്ട് നമ്മുടെ ബഡ്ഡി ചാൻസ് ഉണ്ടെന്ന് നമ്മുടെ ഐസെറ്റ് ബെഗോ വെച്ച് പറയാണ്. നമ്മുടെ സ്വന്തം ഐ ബി പറയാണ്. അവിടെ ഹീലപ്പ് ആവേണ്ട നമ്മുടെ ബഡ്ഡിക്ക് ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നു. റയോട്ട് വീണ്ടും പുഷ് എടുക്കുകയാണ്. റയോട്ടിനെ വീണ്ടും അടിച്ചിടുമോ റയോട്ട് ബഡ്ഡി അടിച്ചിടുമോ? അവിടെ പിസ്റ്റൽ വെച്ച് അടിച്ചിടുകയാണ്. അവിടെ പിസ്റ്റൽ വെച്ച് വീണ്ടും 4 പോയിന്റ് ഡാൻസ് 1 മിനിറ്റ് മാത്രം ബാക്കി 4 പോയിന്റ് നമ്മൾ റയോട്ടിന് അടിച്ചിടാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പം ബാക്കി ചോദ്യം. നമ്മുടെ റയോട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു റയോട്ടിൻ്റെ ഏറ്റവും വലിയ വിഷയം പിങ് മാത്രമായിരിക്കും. കാരണം ക്ലോസ് റേഞ്ച് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാരണം പിങ് റയോട്ടിന് എപ്പോഴും വിഷയമാണ്. അവിടെ ബഡ്ഡിനെ വീണ്ടും അടിച്ചിട്ടാണ് റയോട്ട് സാർ പ്രോ ആയില്ലേ? റയോട്ട് സാർ പ്രോ ആണ്. വേറെ 3 പോയിന്റ് മാത്രം ഡിഫറൻസ് ഉള്ളൂ. റയോട്ട് അടിച്ചിടാൻ പറ്റും. റയോട്ടിനെ വീണ്ടും അടിച്ചിടാൻ പറ്റും. വീണ്ടും അടിച്ചാൽ വേറെ 2 പോയിന്റ് ഡിഫറൻസ് മാത്രം. 43 സെക്കൻഡ് റയോട്ടിന് പറ്റുമെന്നാണ് എല്ലാവർക്കും തോന്നുന്നത്. റയോട്ട് തിരിച്ച് വന്നതിന് 1.5 പോരാട്ടമേ മാറുമെന്ന് എല്ലാവർക്കും നന്നായിട്ട് തന്നെ അറിയാം. ഉറപ്പാണ് നമുക്ക് ഒരു നെയിൽ ബൈറ്റിംഗ് മാച്ചായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. 30 സെക്കൻഡ് മാത്രം ബാക്കി. റയോട്ട് വീണ്ടും അടിച്ചിടുമോ? ബഡ്ഡിനെ വീണ്ടും അടിച്ചിട്ട് വെറും 1 പോയിന്റ് മാത്രമേ. 30 സെക്കൻഡ്. ഇത് 1.5 മാച്ചായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പൊളി അൽപ്പൊളി കട്ടപ്പൊളി ഒരു രക്ഷയില്ല. മിക്കവാറും റയോട്ട് വീണ്ടും അടിച്ചിട്ട് 2 പോയിന്റ് മാത്രം. 15 സെക്കൻഡ് മാത്രം ബാക്കി. എന്ത് സംഭവിക്കുന്നു? എന്ത് വേണം സംഭവിക്കുക? 2 പോയിന്റ് 1 പോയിന്റ് ജയിച്ചാൽ പോലും ബഡ്ഡിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം പിങ് കാരണം ബഡ്ഡി എത്ര പോയിന്റ് എന്ന് പറയും. വേണമെങ്കിൽ നിങ്ങൾക്ക് റീമാച്ച് വയ്ക്കാം. അങ്ങനെ റയോട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു മാച്ചായിട്ട് മാറിക്കൊണ്ടിരുന്ന ഒരു രക്ഷയിൽ അൽപ്പൊള്ളി മാച്ചായിരുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ത്രില്ലടുപ്പിച്ച് കൊന്നൊരു മാച്ചായിരുന്നു. ഒരു രക്ഷയില്ലാത്ത മാച്ചായിരുന്നു. അപ്പോൾ അടുത്ത മാച്ച് നടത്തുമോ റീമാച്ച് വയ്ക്കുന്നറിയാം. നമുക്ക് എന്തായാലും റയോട്ടിന് ലോബിയിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം. റയോട്ടിനെയും ബഡ്ഡിനെയും നമ്മുടെ ബെന്നത്തിനെയും ലോബിയിലോട്ട് ഇൻവൈറ്റ് ചെയ്യാം. വെനം സാർ ഒന്ന് വരിക. റയോട്ട് സാറ് വരും. എടാ റീമാച്ച് വേണോ? വെയിറ്റ് ചെയ്യാൻ ചോദിക്കട്ടെ. റീമാച്ച് വേണ്ടെന്ന് നമ്മളെ ബഡ്ഡി റയോട്ട് സാർ പറഞ്ഞിട്ടുണ്ട്. സീനില്ല. അപ്പോൾ അടുത്ത മാച്ച് ലിയോ വേഴ്സസ് ഏസ്. ലൈക്ക് അടി സബ് അടി ഷെയർ അടി. അതാണ് ലൈക്ക് അടി സബ് അടി ഷെയർ അടി. നമ്മുടെ ഐ ബി പറഞ്ഞത് ലൈക്ക് അടി സബ് അടി ഷെയർ അടി. ഷെയർ ചെയ്ത മോഡറേറ്റേഴ്സ് എല്ലാവരും ഗ്രൂപ്പുകളിൽ ലിങ്ക് ഷെയർ ചെയ്യുക. അത്രേ പറയാനുള്ളൂ. റൈഡ് സർവർ ഇന്നത്തെ കമൻട്രി എങ്ങനെയാണെന്ന് പറയാം. ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ? അത് പഴയതുപോലെ ശോകമായി ഒന്ന് പറയാം. എന്താണ് മക്കളെ? ഇന്ന് പൊളിക്കും. ലാസ്റ്റ് മാച്ച് പൊളിക്കും. ഏസ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. ഏസ് സാർ റൂമിൻ്റെ അകത്താണ്. വെനം സാർ ഇന്നത്തെ മാച്ച് മൊത്തം അൽപ്പൊളി കട്ടപ്പൊളിയാണ്. നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് മാറ്റി വേറെ ഏതെങ്കിലും സൈഡിലോട്ട് വയ്ക്കണം കേട്ടോ. ഇവിടെ ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഷെയർ ചെയ്തു. ഓക്കെ ശരി എന്നാൽ ഗ്രേസ് വന്നിട്ടുണ്ട്. ഇനി ലിയോയും കൂടെ വന്നാൽ മതി. ലിയോ സാർ ഈ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് എനിക്ക് ഇവിടെ ഇരിക്കണമെന്ന് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ഇൻവൈറ്റ് ഫ്രണ്ട്സിൽ അത് മാറ്റി അധികം യൂസ് ചെയ്യാത്തൊരു പൊസിഷനോട്ട് മാറണം. മാച്ച് കൊള്ളാം. കമൻട്രി കൊള്ളാം. ടർബോ വേണം. ടർബോ വരട്ടെ. ടർബോ എവിടെ പോയി കിടക്കുകയാണ്? അടുത്ത മാച്ച് ഇന്ന് സെക്കൻഡ് മാച്ച് ലിയോ വേഴ്സസ് ഏസ്. ഇന്ന് കിടുക്കും തകർക്കും. നമ്മുടെ ലിയോയുടെ DP ഒരു ഉഗ്രൻ DP ആണ്. കാണിച്ചു തരാം. ഇതാണ് ലിയോയുടെ DP. ഏസിൻ്റെ DP. ഏസ് 10R പ്ലെയറാണ്. iPhone 10Rലാണ് ഏസ് കളിക്കുന്നത്. നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെ സംഭവിക്കും. പാറുന്ന മത്സരം തന്നെ സംഭവിക്കാം എന്ന് നമുക്ക് നോക്കാം. ടർബോ ഇന്നത്തെ റൂമിലിടാ. ഇന്ന് മൊത്തം 3 മാച്ചസാണുള്ളത്. ആദ്യത്തെ മാച്ചസ് റയോട്ട് വേഴ്സസ് ബഡ്ഡി, രണ്ടാമത്തെ മാച്ച് എന്നുള്ള ലിയോ വേഴ്സസ് ഏസ്. ഇത് രണ്ടിൽ ജയിക്കുന്ന അവരെ വലിയ ഫൈനൽസ് കളിച്ച് അവരാണ് വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പം നമുക്കൊന്ന് 5 സബ്സ്ക്രൈബേഴ്സ് കിട്ടുമെന്നൊക്കെ ഇപ്പോഴത്തെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് എന്നില്ലായിട്ട് ഒന്ന് പറയാം. ഇവിടെ ഏസ് വേഴ്സസ് ലിയോ.
ഏതവനുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. ലിയോയുടെ DP ആരാണ് ഉണ്ടാക്കിയത് എനിക്കറിയത്തില്ല. ലിയോയുടെ ചോദിക്കാം. നമുക്ക് ഈസിന് സ്പെക്കും ഈസ് 10R പ്ലെയറാണ്. 10R എന്ന് വെച്ചാൽ ഡിഫീസ് അഡ്വാൻറ്റേജ് ഉണ്ടോ മാത്രമാണ് പറഞ്ഞത്. 10R ഉണ്ടോ എന്ന് വെച്ചപ്പോൾ പറയണമെന്നല്ല. ലിയോ ആണ് നമുക്ക് ലിയോനെ സ്പോട്ട് ഉണ്ടായിരുന്നു തന്നെ ഞാൻ വന്നേനെ. ഹോണർ പ്ലേക്ക് എന്ത് പറ്റി മോൻസേ? IB സാർ താങ്കളുടെ ഹോണർ പ്ലേക്ക് എന്ത് പറ്റി? അവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഈസ് ലിയോനെ സ്പെക്ക് ചെയ്യാം. ലിയോ വേഴ്സസ് ഈസ് ലിയോനെ അടിച്ചിട്ടിരിക്കുകയാണ്. ഈസ് ഗേർഡ്സ് ഫസ്റ്റ് പോയിന്റ്. ഇത് ടൈറ്റ് മാച്ചായിട്ട് മാറുമോ ഇല്ലയോ നമുക്ക് നോക്കാം. മാച്ച് ഒരു രക്ഷയില്ലാത്ത മാച്ചാണ്. വൺ ടൈറ്റ് ഉഗ്രം. ബഡ്ഡി സാർ ഹാറ്റ്സ് ഓഫ്. ഒരു രക്ഷയില്ലാത്ത മാച്ചാണ്. അവസാന നിമിഷം വരെ കമൻട്രി എടുത്ത് നിനക്ക് നോക്കിയാൽ മനസ്സിലായി എങ്ങനെ ഇതിൽ ത്രില്ലടിപ്പിച്ചാണ് പറഞ്ഞിട്ടുള്ള മാച്ച് എന്നുള്ളത്. അവിടെ ലിയോയ്ക്ക് വീണ്ടും നല്ല രീതിയിൽ ടാഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈസിനെ അടിച്ചിട്ടാണ് ലിയോ റെയിലോട് പണി കൊടുത്തതെന്ന് പറയാം. ചേട്ടാ ബിഗ് ഫാൻ. അതാണ് ബിഗ് ഫാൻ. റയോട്ടിൻ്റെ മാച്ച് എങ്ങനെ ഉണ്ടായിരുന്നു മോൻസി സാർ? റയോട്ടിൻ്റെ മാച്ച് എങ്ങനെ ഉണ്ട്? MDD സാർ പറയുക. റയോട്ടിൻ്റെ മാച്ച് എങ്ങനെ ഉണ്ട്? നൽപ്പുള്ളി കട്ടപ്പുള്ളി ആയിരുന്നു എന്ന് പറയുക സാർ. നമുക്ക് നോക്കാം. ഈസിൻ്റെ സൈഡിൽ നിന്ന് ഈസ് അവിടെ ടിപ്പ് എടുത്ത് നിൽക്കുകയാണ്. ലിയോനെ നോക്കി. ലിയോനെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. ലിയോനെ അടിച്ചിട്ടിരിക്കുകയാണ്. ഈസിന് 2 പോയിന്റ് ഉണ്ട്. ലിയോക്ക് 1 പോയിന്റ്. അങ്ങനെ മൊത്തം നല്ല ടൈറ്റ്. ആദ്യത്തെ 2 മിനിറ്റ് നോക്കാൻ നല്ല ടൈറ്റായിട്ട് തന്നെയാണ് മാച്ചസ് പോകുന്നത്. ഈസിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്നറിയാം. ലിയോയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് ഈസ് എന്ന് എനിക്കറിയത്തില്ല. ഈസ് അവിടെ TP എടുത്ത് നിൽക്കുകയാണ്. എന്തെന്നാലും ഈസ് ലിയോനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഈസ് വീണ്ടും അടിച്ചിട്ടിരിക്കുകയാണ്. ലിയോയ്ക്ക് ഈസ് മാസമാണ്. ഈസ് പിന്നെ പൊളിയല്ലേ. ഈസ് ഇപ്പം തന്നെ 3 പോയിന്റ് എടുത്തിട്ടുണ്ട്. അവിടെ ലിയോക്ക് എന്തായാലും തിരിച്ച് വരാൻ നല്ല ചാൻസ് ഉണ്ട്. ലിയോ അവിടെ സ്പോട്ട് ചെയ്തിട്ടില്ല ഈസിനെ. പക്ഷേ ലിയോനെ സ്പോട്ട് ചെയ്യുന്നുണ്ട്. TP നല്ല രീതിയിൽ അഡ്വാൻറ്റേജ് എടുത്താണ് ഈസ് കളിക്കുന്നത്. ഈസ് നല്ല രീതിയിൽ ടാഗ് കൊടുത്തിട്ടുണ്ട്. ഒരു ഹാഫ് HP മാത്രമാണ് ഈ ലിയോ അവിടെ വീണ്ടും ലിയോ ഫിനിഷ് ചെയ്യുന്ന നല്ല ചാൻസ്. ലിയോനെ വീണ്ടും ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അവൻ BSL 3G ആണ് കളിക്കുന്നത് തോന്നുന്നു. ആരാണ് BSL 3G കളിക്കുന്നത്? നമ്മുടെ ലിയോ ഈ BSL 3G ആണെന്ന് തോന്നുന്നു. എന്തോ ഈസ് അവിടെ ലിയോയുടെ സ്പോട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവിടെ വീണ്ടും ഈസിന് നല്ല ടാഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലിയോനെ ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലിയോനെ ഫിനിഷ് ചെയ്ത് ഇവിടെ ഈസ് 5 പോയിന്റ് എടുത്തിരിക്കണം. മൊത്തം 4 പോയിന്റിലാണ് നിലവിൽ ആദ്യത്തെ 3 മിനിറ്റിൻ്റെ അകത്തിന് എത്തിയിട്ടുള്ളത്. ലിയോയ്ക്ക് വീണ്ടും ടാഗ് കൊടുക്കുന്നുണ്ട്. ലിയോക്ക് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. ലിയോ തന്നെ അവിടെ വീണ്ടും പിടിച്ചിരിക്കണം. അവിടെ മൊത്തം 5 പോയിന്റ് ലീഡായിട്ട് മാറിക്കാണ് ഈസിൻ്റെ സൈഡിൽ നിന്ന്. ഈസ് പുഷിങ് ആൻഡ് ഗ്രോയിങ് എന്ന് പറഞ്ഞാൽ ഈസ് പോയിന്റ്സ് ടേബിൾ കൂടുക. ഐഫോൺ ക്ലോസ് ഒരു സീനാണ്. ഐഫോൺ ആണ് അവിടെ 6 പോയിന്റ് ഡിഫറൻസ് ആണ്. വീണ്ടും ലിയോനെ അടിച്ച് തകർത്തുകൊണ്ടിരിക്കുകയാണ്. തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനൽ മാച്ച് ഒരു രക്ഷയും കാണില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. ലിയോ മിക്കവാറും ഇന്ന് ഫൈനൽസ് മൊത്തം ലിയോയ്ക്ക് ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നത്. ശകലം ടാഗ് മാത്രം മേക്കുന്നുള്ളൂ. ലിയോയ്ക്ക് ബഡ്ഡി അവിടെ ഈസ് അവിടെ പുഷ് എടുക്കുകയാണ് ലിയോയുടെ സൈഡിലോട്ട്. ലിയോനെ വീണ്ടും അടിച്ചിട്ട സമയം ലിയോനെ വീണ്ടും അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈസിന് കിട്ടുന്ന ടാഗൊന്നും അധികം ഏൽക്കുന്നില്ല. കാരണം ലിയോയുടെ സൈഡിൽ നിന്ന് കൊടുക്കുന്ന ടാഗൊന്നും ഈസിന് അധികം ഏൽക്കുന്നില്ല. വീണ്ടും 7 പോയിന്റ് ലീഡുണ്ട് നമ്മുടെ ഈസിന്. ഈസ് അവിടെ ലിയോനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് കയറാനുള്ള തീരുമാനമാണ്. വീണ്ടും നല്ല രീതിയിൽ കൊടുക്കാൻ ശ്രമം. വീണ്ടും അവിടെ ഈസിനെ അടിച്ചിട്ടുണ്ട്. അവിടെ ലിയോയുടെ സൈഡിൽ നിന്ന് കംബാക്ക്. അവിടെ ഇപ്പോൾ ഈസിന് 8 പോയിന്റും ലിയോയ്ക്ക് 2 പോയിന്റും 6 പോയിന്റ് ഡിഫറൻസ് മാത്രം. എന്ത് വേണം സാർ? ഡ്രോപ്പ് ഷോട്ട് ചെയ്യുന്നില്ല. അതാണ് പിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഡ്രോപ്പ് ഷോട്ട് ട്രൈ ചെയ്യാം. അത് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഡ്രോപ്പ് ഷോട്ട് സ്ഥിരം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും പിങ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്യാം. അതുപോലെ ക്ലോസ് റേഞ്ചിൽ ഒരു ഐഫോൺ പോലുള്ള ഡിവൈസ് ഇട്ട് കളിക്കാൻ വരുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അയാളുടെ അടുത്ത് ഇങ്ങനത്തെ ഡ്രോപ്പ് ഷോട്ട്സ് ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം FPS കൂടുതലുണ്ടെങ്കിൽ ബുൾ സ്പ്രെഡ് ഐഫോൺ യൂസേഴ്സിന് കൂടുതലായിരിക്കും. ഒരു ലോ എൻഡ് ഡിവൈസ് അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് ഡിവൈസ് വെച്ച് കളിക്കുന്ന ഒരാളായിട്ടാണ് മാച്ചപ്പ് ആകുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഡ്രോപ്പ് ഷോട്ട് ക്രോസ് ഷോട്ട് പോലുള്ള ഐറ്റംസ് ട്രൈ ചെയ്യാവുന്നതാണ്. അവിടെ ലിയോനെ റൊട്ടേറ്റ് ചെയ്യാണ്. ലിയോ റൊട്ടേറ്റ് ചെയ്യാണ്. ഈസ് റൊട്ടേറ്റ് ചെയ്യാണ്. എനിക്ക് പിങ് കുറവാണ് കേട്ടോ. ലിയോ എന്തും ഒരു സൈലൻസ് അവിടെ വീണ്ടും ഫൈറ്റ് എടുക്കുകയാണ്. ലിയോനെ ഈസ് അടിച്ചിട്ട് വീണ്ടും ലിയോനെ അടിച്ചിട്ടുണ്ട്. അവിടെ 7 പോയിന്റ് ഗ്രോത്താണ് ലിയോയ്ക്ക് ഈസിനുള്ളത്. അവിടെ 2 M4 പൊക്കിയിട്ടുണ്ട്. നമ്മുടെ ഈസ് ഗ്രോയിങ് വീണ്ടും അവിടെ ലിയോനെ സ്പോട്ട് ചെയ്തിട്ടില്ല. ലിയോ അവിടെ ടിപ്പ് എടുത്തിട്ടുണ്ട്. ഇവിടെ വീണ്ടും ലിയോനെ ഈസ് അടിച്ചിട്ടിരിക്കുകയാണ്. അവിടെ 8 പോയിന്റ് ഡിഫറൻസ് ഉണ്ട്. ലിയോ ഈ മാച്ച് മൊത്തത്തിൽ കൊണ്ടുപോകാനുള്ള എല്ലാ ചാൻസും കണ്ടു. ആ ഒരു ഫൈറ്റ് ബാക്ക് നല്ല രീതിയിലുണ്ട്. മികച്ച രീതിയിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഫൈറ്റ് ബാക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇനി ലിയോക്ക് തിരിച്ചു വരാൻ സാധിക്കുകയുള്ളൂ. അവിടെ വീണ്ടും ലിയോനെ അടിച്ചിട്ടുള്ള ശ്രമം. ഞാൻ കോച്ച് ചെയ്യാമെന്ന് IB പറയുന്നുണ്ട്. ലിയോനെ IB കോച്ച് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. വല്ല ഹെൽപ്പ് വേണമെങ്കിൽ IBയെ കോൺടാക്ട് ചെയ്ത ലിയോ ഈസ് വീണ്ടും അടിച്ചിട്ട് അവിടെ 9 പോയിന്റ് ഡിഫറൻസ് ആണ് മാർക്കുന്നത്. ഇവിടെ വീണ്ടും ലിയോനെ സ്പോട്ട് ഇതൊന്നും കാണുന്നില്ലല്ലോ. എനിക്ക് ഈസ് ഹാക്കർ വല്ലതാണോ? അത് പിങ് ഇഷ്യൂ ഉള്ളതാണ്, ദൈവത്തിനറിയാം.
അവിടെ വീണ്ടും 10 പോയിൻ്റ് ഡിഫറൻസാണ് മാറിയത്. വീണ്ടും ഏസിനെ അടിച്ചിടാൻ ശ്രമിക്കുകയാണ് ലിയോ വീണ്ടും 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 തകർന്നരിപ്പണമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈസ് ഗ്രോയിങ് ആൻഡ് ഗ്രോയിങ് ആൻഡ് ഗ്രോയിങ്. 10 പോയിൻറ്റിന് ലീഡ്, 11 പോയിൻറ്റിന് ലീഡ്. ഇതൊരു ചെറിയ ലീഡൊന്നുമല്ല. അവിടെ വീണ്ടും ഏസ് ലിയോനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഏസിൻ്റെ പൊസിഷൻസും റൊട്ടേഷൻസും എല്ലാം OP എന്ന് പറയുമ്പോൾ വളരെ OP ആണ്. കാരണം എവിടെ നിൽക്കണമെന്ന് കറക്റ്റ് അവിടെ വീണ്ടും ലിയോനെ അടിച്ചിരിക്കണം. 12 പോയിൻറ്റ് 1ഉം 2ഉമല്ല 12 പോയിൻറ്റിന് ലീഡാണ് ഏസിനുള്ളത്. മോനെ ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഏസ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ വീണ്ടും ഏസ് ടർബോ ഹാക്ക് കാണും. പാവോടാ, അങ്ങനെയൊന്നും പറയാതെ. iPhone XR ഹാക്ക് ഇട്ട് കളിക്കേണ്ട ഗതികേടൊന്നും പിള്ളേർക്കില്ല. അവിടെ വീണ്ടും അടിച്ചിട്ടുണ്ട് 13 പോയിൻറ്റ്. അവിടെ വീണ്ടും ലെവൽ 3 വെസ്റ്റ് സ്വന്തമാക്കി കിട്ടും നമ്മുടെ സ്വന്തം ഈസ് വീണ്ടും ലിയോൻ അടുമോ വീണ്ടും അടിച്ചിട്ടുണ്ട്. 14 പോയിൻറ്റ് ഡിഫറൻസ്. 14 എന്ന് പറയുന്നത് ചെറിയൊരു നമ്പറല്ല. ഒരു TDM മാച്ചിൽ 4 പോയിൻറ്റും കൂടെ സ്വന്തമെങ്കിൽ ഇപ്പം തന്നെ മാച്ച് ഫിനിഷ് ചെയ്ത് 20 പോയിൻറ്റ് എടുത്ത് നമ്മുടെ ഈസിന് മാച്ച് ഫിനിഷ് ചെയ്യാം. ഒരു രക്ഷയില്ല. അവിടെ വീണ്ടും ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ലിയോയ്ക്ക്. ഏസ് ലിയോ 1-1.5 മാച്ചാണ്. അവിടെ വീണ്ടും അടിച്ചിടുകയാണ് നമ്മുടെ ഏസ് ലിയോനെ. 15 പോയിൻറ്റിൻ്റെ ഡിഫറൻസ്. ഒരു 20 പോയിൻറ്റ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ 18 പോയിൻറ്റിന് ജയിച്ചെന്നൊക്കെ പറയുമ്പോൾ ഒരു 20 മാച്ചിൻ്റെ TDM എന്ന് പറഞ്ഞാൽ 1.5 സംഭവമാണ് കേട്ടോ. ഇനിയിപ്പോൾ പിങ് ഇഷ്യൂ ആണെങ്കിൽ എന്താണെങ്കിലും 20 പോയിൻറ്റിന് ജയിക്കണം എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അവിടെ വീണ്ടും ലിയോനെ അടിച്ചിടാൻ ശ്രമിക്കുകയാണ്. വീണ്ടും അടിച്ചിട്ടിരിക്കുകയാണ്. അവിടെ 18 പോയിൻ്റ് എടുത്തിരിക്കുകയാണ്. ഐഫോൺ ആണ് ക്ലോസ് എൻകൗണ്ടർ എടുക്കരുത്, ഡിസഡ്വാൻറ്റേജ് ആണ്. അതാണ് ഒരു മിഡ് റേഞ്ചിൽ നിന്ന് ഫൈറ്റ് എടുക്കാൻ നോക്കുക ലിയോ. അതാണ് പറയുന്നത്. മിഡ് റേഞ്ചിൽ നിന്ന് ഫൈറ്റ് എടുക്കുക. ലിയോ ലൈവ് കാണുന്നുണ്ടെങ്കിൽ മിഡ് റേഞ്ചിൽ നിന്ന് ഫൈറ്റ് എടുക്കാൻ വേണ്ടി നോക്കുക. അവിടെ ലിയോ നല്ല ടാഗ് കൊടുത്തിട്ടുണ്ട് ഏസിന്. ഏസ് വീണ്ടും അടിച്ചിട്ടിരിക്കുകയാണ്. ഒരു പോയിൻറ്റും കൂടെ എടുത്ത് നമ്മുടെ ഏസ് ജയിക്കും ഉറപ്പാണ്. ഒരൊറ്റ പോയിൻറ്റും കൂടെ അവിടെ ഈസ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു പോയിൻറ്റും കൂടെ നമ്മുടെ ലിയോയ്ക്ക് എടുക്കാൻ പറ്റുമോ? അതോ 18 പോയിൻറ്റ് ജയിക്കുക? പിങ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിങ് ഇമ്പോർട്ടൻ്റ് ഒരു ഫാക്ടറാണ്. അതുപോലെ തന്നെ FPS ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം FPS കൂടുന്നതനുസരിച്ച് നമ്മുടെ ബുള്ളറ്റിൻ്റെ ടൈമിങ് ഒരു മൈക്രോ സെക്കൻഡ് ആണെങ്കിൽ പോലും അത് കുറേ നല്ല ചാൻസ് ഉണ്ട്. ഇവിടെ വീണ്ടും ലിയോൻ അടിച്ച് 20 പോയിൻറ്റ് മാച്ച് സെൻഡ് ഇവനെ മാച്ച് കാണുന്നുണ്ടെങ്കിൽ റൂം ഡിസ്മെൻഡ് ചെയ്യണം. അവിടെ മാച്ച് കഴിഞ്ഞ് മാച്ച് ഡിവൈസ് മാറ്റർ 20 മാച്ച് അവിടെ നമ്മുടെ ഏസ് ജയിച്ചിട്ടുണ്ട്. 20 പോയിൻ്റ് എടുത്ത് അടിപൊളി ഗുഡ്. രണ്ടാമത്തെ മാച്ച് നമ്മുടെ ഏസ് ജയിച്ചിരിക്കുകയാണ്. അവസാനത്തെ മാച്ച് ഫൈനൽ ബാറ്റ് നിങ്ങൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഫൈനൽ മാച്ച് ലിയോ ഏസ് വേഴ്സസ് ബഡ്ഡി. 1.5 OP മാച്ച് ഇരിക്കുന്നത്. നമ്മുടെ റയോട്ട്സാണ്, നമ്മുടെ സ്വന്തം ലീഡർ മുത്ത്. നമ്മുടെ മുത്തിന് വരെ ഒരു കട്ട ടൈറ്റ് മത്സരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ബഡ്ഡിയുടെ റേഞ്ച് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഏസിൻ്റെ റേഞ്ച് നമുക്ക് മനസ്സിലാക്കാം. ഈ രണ്ട് പേരും കൂടെ ഉള്ള അവസാന മത്സരം ആലോചിക്കുമ്പോൾ നമ്മുടെ രോമാഞ്ചമായിരിക്കും. ഒരു തീപ്പൊരി പറഞ്ഞ മത്സരത്തിലേക്ക് അവസാനത്തെ മത്സരം എല്ലാവരും ബി കൂൾ ആൻഡ് ബി റെഡി. അവസാനത്തെ മാച്ച് കാണുക, പൊളിക്കുക, തകർക്കുക. അപ്പോൾ ലൈക്ക് ചെയ്താണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബെല്ലൈക്കൺ കൂടെ സ്ട്രീം ഷെയർ ചെയ്തവരുണ്ടെങ്കിൽ സ്ട്രീം ഷെയർ ചെയ്യുക. മൊത്തം സപ്പോർട്ട് ചെയ്യുക, സ്ട്രീമിനെ സപ്പോർട്ട് ചെയ്യുക. അവിടെ നമ്മുടെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. വെനം ലാസ്റ്റ് മാച്ച് ലിയോ വേഴ്സസ് ബഡ്ഡി, ഈസ് വേഴ്സസ് ബഡ്ഡി. ഓക്കെ സാർ ഞാൻ എന്ത് പറ്റി സാർ? അവസാനത്തെ മാച്ച് എന്ന് പറയുന്നത് നമ്മുടെ ബഡ്ഡി വേഴ്സസ് ഏസ്. ഇതൊരു പൊള്ളി മാച്ച് ആയിരിക്കും. മൊത്തത്തിൽ കിടുക്കും. എടുക്കണം. നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ നമ്മുടെ ഇത് ഇതാണ് ഞാൻ കുറേ നേരോട്ട് നോക്കും. നമ്മുടെ ഇത് കാണുന്നില്ല. നമ്മുടെ സാധനത്തിൻ്റെ പേര് പറഞ്ഞില്ല. നമ്മുടെ DU റെക്കോർഡറിൻ്റെ ഈ വിഡ്ജറ്റ് കാണുന്നുണ്ടോ? ഈ മെസ്സേജ് അടിച്ചിട്ടില്ല, മറ്റത് കാണാനില്ല. എവിടെ പോയി കിടക്കണത് ദൈവമേ? ഈ സൈഡിലോട്ട് തിരിച്ചല്ല. നെക്സ്റ്റ് സീസൺ വരാം. അടുത്ത മാച്ച് ഏസ് ബഡ്ഡി. ഇപ്പോൾ സ്ട്രീം സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ പോലും ആ വിഡ്ജറ്റ് ഇപ്പോൾ കാണാനുമില്ല. കോപ്പ് ക്യാൻ ഫൈൻഡ് ദ വിഡ്ജറ്റ്.
സ്ട്രീം നോട്ടിഫിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. പറ്റും, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ഓക്കെ, ലാസ്റ്റ് മാച്ച്, ദ ഫൈനൽ ബാറ്റിൽ ബിറ്റ്വീൻ എയ്സ് ആൻഡ് ബഡ്ഡി. ഇതൊരു 1-1 രണ്ട് പേരും ഒരേ ടീമിൽ തന്നെ നമ്മുടെ റൂമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് 1-1 തീപ്പൊരി മാറുന്ന മത്സരമായി മാറിക്കും. നമ്മുടെ ഇതിവിടെ ഉണ്ടായിരുന്നല്ലേ. ശരി, എന്നാൽ 25 മിനിറ്റിൻ്റെ അകത്ത് 1-1 മത്സരങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഒരു സൈഡിൽ എയ്സിൻ്റെ ഫുൾ കംപ്ലീറ്റ് ഷോ ആയിരുന്നെങ്കിൽ മറ്റേ സൈഡിൽ റയോട്ട് വേഴ്സസ് ബഡ്ഡി എന്നുള്ള ഒരു 1-1 മാച്ചായിരുന്നു. ഇത് എവിടെന്നാണ് എനിക്ക് വോയിസ് കേൾക്കണത്? എവിടെയാണ് എനിക്ക് വോയിസ് കേൾക്കുന്നത്? ഇതിനും ബഗ്ഗോ? ഈസിനെ സ്പെക്കാം, ഈസ് വേഴ്സസ് ബഡ്ഡി. 1-1 മാച്ചായി മാറുമോ? അതാണ് നമുക്ക് നോക്കാനുള്ള. ഈസ് അവിടെ ബഡ്ഡിയുടെ സൈഡിലോട്ട് പുഷ് എടുക്കുകയാണ്. ഈസ് റൊട്ടേറ്റ് ചെയ്യാണ്. എനിക്ക് സൗണ്ട് കേൾക്കാം ആരുടെ ആണെങ്കിലും. അവരോട് TDM കളിക്കണതിൻ്റെ സൗണ്ട് എനിക്ക് ഇവിടെ കേൾക്കാം കേട്ടോ. സൗണ്ട് ബഗ്ഗാണ്. അതിൽ സാറേ സ്ട്രീം കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് മാച്ച് ഒന്ന് ഇറങ്ങിപ്പോവുക. മൊത്തത്തിൽ കോമഡിയാണ് ഇവിടെ. അവിടെ ഈസിനെ ബഡ്ഡിന് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഈസ് ബഡ്ഡിനെ അടിച്ചിട്ടാണ്. ഫസ്റ്റ് പോയിന്റ് ഗോസ് ടു ഈസ് ഒരു രക്ഷയില്ല. ഫസ്റ്റ് പോയിന്റ് എടുത്തിരിക്കുകയാണ്. ഈസ് അവിടെ 2 M4 പിക്ക് ചെയ്തിട്ടുണ്ട്. 2 M4 റീലോഡ് ഇതുവരെ ചെയ്തിട്ടില്ല നമ്മുടെ ഈസ്. അവിടെ ഈസിൻ്റെ സൈഡിലോട്ട് നീഡ് ഇട്ടിട്ടുണ്ട് നമ്മുടെ ബഡ്ഡി. നമുക്ക് ബഡ്ഡീനെ സ്പെക്ക് ചെയ്യാം. ബഡ്ഡി അവിടെ എന്താണ് ചെയ്യുന്നത്? ബഡ്ഡി അവിടെ ടീപ്പ് എടുത്തിരിക്കുകയാണ്. ബഡ്ഡി അവിടെ ടീപ്പ് എടുത്തിരിക്കുകയാണ്. ബഡ്ഡീനെ നമുക്ക് സ്പെക്ക് ചെയ്യാം. ബഡ്ഡി ഈസ് അവിടെ റൊട്ടേറ്റ് ചെയ്യാണ്. ഈസ് റൊട്ടേറ്റ് ചെയ്യാണ്. ഫൈനൽ ബാറ്റിലാണ്. നമ്മുടെ ഒരു രക്ഷയും കാണില്ലെന്ന് ഉറപ്പാണ്. ഇത് ജയിക്കുന്നവർ ഈസ് OP ആണെന്നെങ്കിൽ വെനം പറയുന്നുണ്ട്. ഈസിനെ അടിച്ചിട്ടുണ്ട് ബഡ്ഡി. വെനം സാറേ, താങ്കൾ മാൻഡ്രാക്കാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ. ഈസ് OP ആണെന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡ് തന്നെ ഈസിനെ അടിച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ ബഡ്ഡി. എന്താണ് സാറേ താങ്കൾ ഇങ്ങനെ? അവിടെ ഈസിനെ വീണ്ടും ബഡ്ഡി അടിച്ചിട്ടിരിക്കണം. 1-1 TPP എടുത്ത് അഡ്വാൻറ്റേജ് എടുത്ത് തന്നെയാണ് നമ്മുടെ ബഡ്ഡി കളിക്കുന്നത്. ഫൈനൽസ് ആണ് എങ്ങനെ കളിക്കുന്നത് ബഡ്ഡിക്ക് അറിയാം. ബഡ്ഡി എന്താണ് ബഡ്ഡി? നിങ്ങൾ പൊളിയാണെന്ന് സ്വയം വീണ്ടും തെളിയിക്കണം. അവിടെ ബഡ്ഡി വീണ്ടും എയ്സിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും എയ്സിൻ്റെ സൈഡിൽ നിന്ന് കാംബാക്ക് എയ്സിനെ അടിച്ചിട്ടിരിക്കുകയാണ്. നമ്മുടെ ബഡ്ഡിനെ. അവിടെ ബഡ്ഡി ഒരു നീഡ് കുക്ക് ചെയ്യുന്നുണ്ട്. നീഡ് കുക്ക് ചെയ്ത് എറിയുമോ? നീഡ് കുക്ക് ചെയ്ത് അവിടെ പ്രീ നീഡ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അവിടെ എയ്സ് നല്ല ടാഗ് കൊടുത്തിട്ടുണ്ട് ബഡ്ഡിക്ക്. അവിടെ കവർ എടുത്തിട്ട് അവിടെ വീണ്ടും അടിച്ചിട്ടിരിക്കുകയാണ് എയ്സ് നമ്മുടെ ബഡ്ഡീനെ. മൊത്തം 3 points ഫോർ ബഡ്ഡി ആൻഡ് 2 points ഫോർ എയ്സ്. 1-1 മാച്ചായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കട്ടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് കൊടുക്കുന്നില്ല. ആദ്യത്തെ ഒരു 3 മിനിറ്റിൻ്റെ അകത്ത് തന്നെ ബഡ്ഡി OP ആണെന്ന് പറയണ വേണം. അപ്പോൾ ബഡ്ഡി ഇപ്പോൾ ചാവുമെന്ന് നമുക്ക് തോന്നുന്നു. നമ്മുടെ എയ്സ് അടിച്ചിടുമെന്ന് തോന്നുന്നു. ഒരു ഉറപ്പുമില്ല എന്താണ് സംഭവം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ സിംഗിൾ അടിച്ച് കളിക്കുകയാണ്. സിംഗിൾ അടിച്ച് ഡാർക്ക് ബഡ്ഡി. അവിടെ TDM ബഗ്ഗാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ജോക്കർ സാർ വന്നിട്ട് അവിടെ ബഡ്ഡീനെ വീണ്ടും അടിച്ചിട്ടിരിക്കണം. നമ്മുടെ ഈ സീസണിൽ 4 പോയിന്റ്. അവിടെ ബഡ്ഡിക്ക് 2 പോയിന്റ്. ഒരു രക്ഷയില്ല. അൽപ്പൊളി കട്ടപ്പൊളിയായിട്ട് മാറിക്കൊണ്ടിരിക്കണം. ടൈറ്റ് മാച്ചാണ്. ഒരു രക്ഷയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കുന്നത്. ബഡ്ഡി ആൾസോ ഗുഡ് പ്ലെയർ, ഈസ് ആൾസോ ഗുഡ് പ്ലെയർ. എന്ത് വേണോ സംഭവിക്കാം. കളി വരും. വീണ്ടും ബഡ്ഡീനെ അടിച്ചിട്ടിരിക്കണം. ഈസ് ആദ്യം ഒന്ന് കയ്യിൽ നിന്ന് പോയെങ്കിൽ ഈസ് തിരിച്ചു വന്നിരിക്കണം. ബഡ്ഡിക്ക് ആദ്യം ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നെങ്കിലും ഈസ് ബഡ്ഡിക്ക് ആ അഡ്വാൻറ്റേജ് നിലനിർത്താൻ സാധിക്കുന്നില്ല. വീണ്ടും ഈ ബഡ്ഡി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഈസിൻ്റെ പൊസിഷന് ജിങ്കച്ചിക്ക. ഈസ് ഒരു രക്ഷയില്ല. ഈസ് വീണ്ടും ബഡ്ഡീനെ അടിച്ചിട്ടിരിക്കുകയാണ്. അവിടെ 6 പോയിന്റ് ഈസിന് 2 പോയിന്റ്. നമ്മുടെ ബഡ്ഡിക്ക് 4 പോയിന്റ് ഡിഫറൻസ്. ഈ ബഡ്ഡി അവിടെ ഒരു നീഡ് കുക്ക് ചെയ്ത് ഈസിൻ്റെ ഡയറക്ഷനിലോട്ട് ഇടുകയാണ്. ഒരു പ്രീ കുക്ക്ഡ് നീഡാണ്. ഒരു പൊസിഷൻ പോലും അറിയത്തില്ല. എന്നാലും നീഡ് ഇട്ടിട്ടുണ്ട്. അതൊരു വേസ്റ്റ് ഓഫ് നീഡാണെന്ന് വേണമെങ്കിൽ പറയാം. മൊത്തത്തിലൊരു വേസ്റ്റ് ഇടുന്നത്. അവിടെ ബഡ്ഡി ഈസിൻ്റെ പൊസിഷൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ വീണ്ടും റൊട്ടേറ്റ് ചെയ്യണം. ബഡ്ഡി അവിടെ ടിപ്പ് എടുത്ത് നിൽക്കുകയാണ്. ബഡ്ഡിക്ക് അഡ്വാൻറ്റേജ് ഉണ്ട്. അവിടെ ഫ്രീ ഫയർ ചെയ്തുകൊണ്ട് കാരണം വീണ്ടും ഒരു അഡ്വാൻറ്റേജ് 5 പോയിന്റ് ലീഡാണ് ഇപ്പോൾ നിലവിൽ എയ്സിനുള്ളത്. ബഡ്ഡിക്ക് 2 പോയിന്റ് 5 പോയിന്റ് ഡിഫറൻസ്. അങ്ങോട്ടില്ല വിട്ട് കൊടുക്കുന്നില്ല. ഒരു നിമിഷം അവസാന നിമിഷം വരെ പോരാടുമെന്ന് തീരുമാനിച്ചുകൊണ്ട് തന്നെ ബഡ്ഡിയും അവസാന നിമിഷം വരെ എത്ര ലീഡ് എടുക്കാൻ പറ്റും അത്രയും ലീഡ് എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈസും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് കൊടുക്കാതെ അവസാനം നിമിഷം വരെ ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന ഒരു മാച്ചായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്. അവിടെ
അവിടെ വീണ്ടും എയ്സിനെ ബഡ്ഡി അടിച്ചിട്ടും അവസാനം നല്ല 1 HP മാത്രം ബാക്കി നിൽക്കുക. എയ്സ് എന്തോ ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിരിക്കുകയാണ്. എയ്സ് വീഴാൻ നല്ല ചാൻസ് ഉണ്ടായിരുന്ന ഒരു ഫൈറ്റ് ആയിരുന്നു അത്. ഒരു ബഡ്ഡിയുടെ സൈഡിൽ നിന്ന് ഫൈറ്റ് ബാക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കും. കാരണം റയോട്ടിൻ്റെ മാച്ച് നമ്മൾ കണ്ടായിരുന്നു. ബഡ്ഡി അങ്ങോട്ടും ഇങ്ങോട്ടും അവസാന നിമിഷം വരെ പോരാടിയാണ് നിന്നത്. അവിടെ വീണ്ടും ബഡ്ഡീനെ അടിച്ചിട്ടിരിക്കണം നമ്മുടെ ഈസ് ഒരു രക്ഷയില്ല. ഈസെ നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? നിങ്ങൾ വീണ്ടും ഒരേ പൊള്ളിയാണെന്ന് വീണ്ടും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ മാച്ചിൽ ലിയോനെ ഒരു തരിപ്പണമാക്കുമ്പോൾ ഇവിടെ നമ്മുടെ റയോട്ടിനെ വരെ അടിച്ച് തരിപ്പണമാക്കിയ ബഡ്ഡീനെ നിങ്ങൾ ഒരു സ്പേസ് പോലും കൊടുക്കാതെ പറഞ്ഞുകൊണ്ട് മാസ്റ്റർ പീസ് ഡയലോഗ് ഒന്നും ഇതൊരു മൈൻഡിൽ വരണില്ലടാ, പറയാം. അവിടെ വീണ്ടും ബഡ്ഡീനെ അടിച്ചിട്ടിരിക്കണ ഈസ് ഒരു രക്ഷയില്ല. ഇതെന്താണ് മാസ്റ്റർ പീസ് ഡയലോഗ്? ഇപ്പോൾ ഒന്നും വരട്ടില്ലടാ, വരട്ടെ. നമുക്കൊരു ടൈം ആകുമ്പോൾ വരും, മൈൻഡിൽ ഓട്ടോമാറ്റിക്കലി വരും. അതപ്പം നമുക്ക് പറയാം, അത് നാച്ചുറലായിട്ട് വരട്ടെ. ഞാൻ പറഞ്ഞതാ അവിടെ ബഡ്ഡീനെ വീണ്ടും അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 9 പോയിന്റ്, 1, 2 അല്ല 9 പോയിന്റിൻ്റെ ലീഡാണ് അവിടെ ബഡ്ഡിക്കുള്ളത്. എയ്സിനുള്ള ക്ഷമിക്കണം എയ്സിനുള്ളത്. അവിടെ ബഡ്ഡി ഒരു നെയ്ഡ് കുക്ക് ചെയ്ത് പുഷ് എടുക്കുന്നുണ്ട്. നെയ്ഡ് അതൊരു പ്രീക്വിക്ക് നെയ്ഡാണ്. നമുക്ക് എയ്സ് ഓപ്പിയാണ്. അതാണ് എയ്സ് ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് കളിച്ചുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ എയ്സും റയോട്ടും തമ്മിലുള്ള മാച്ചായിരുന്നു ഫൈനൽസിലുണ്ടായിരുന്നെങ്കിൽ വേറെ ലെവൽ മാച്ചായിരുന്നു എനിക്ക് കൂടെ. ബഡ്ഡീനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എയ്സിന് നല്ല ടാഗ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ബഡ്ഡീനെ നമുക്ക് നോക്കാം ബഡ്ഡി എന്താണ് ചെയ്യുന്നത്. അൽപ്പൊളി കട്ടപ്പൊളി വേറെ ഉള്ള അത് വേണ്ട എടാ, പറഞ്ഞ് വരുമ്പോൾ ഒരു ഫ്ലോയിലങ്ങ് പറഞ്ഞു. അവിടെ എയ്സിനെ അടിച്ചിട്ട് ബഡ്ഡി അവിടെ 3 പോയിന്റ് സ്വന്തം. ബഡ്ഡി ഈസ് കമ്മിങ് ബാക്ക്, ഒരു രക്ഷയില്ല എന്ന് പറയാം. നമുക്ക് ബഡ്ഡിയുടെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ബഡ്ഡി ഒരു ഫൈറ്റ് ബാക്ക് എടുക്കാൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം. ഈസിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഈസ് അവിടെ വീണ്ടും ബഡ്ഡീനെ അടിച്ച് നല്ല ടാഗ് കൊടുത്തിട്ടുണ്ട്. ഫിനിഷ് ചെയ്യാൻ പറ്റുമോ? ഈസോട്ട് കളിക്കാൻ പറ്റുമോ? ഈസ് കൊള്ളാം. ഈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോഡ് സ്പീഡായിരുന്നു, ഗോഡിലുണ്ടെന്ന് സ്പീഡായിരുന്നു ഈസ്. നിനക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഇടാന്നതേ ഉള്ളൂ ഈസിൻ്റെ അടുത്ത്. അവിടെ ബഡ്ഡി ഹീലപ്പ് ആയിട്ടുണ്ട്. ബഡ്ഡി വീണ്ടും ഈസിനെ അടിച്ചിടുമോ? ഈസിന് നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. ഈസിന് നല്ല ടാഗ് കിട്ടുന്നുണ്ട്. ആദ്യം ഈസിനെ വീണ്ടും അടിച്ചിട്ടുണ്ട്. 4 പോയിന്റ്. വീണ്ടും ഒരു ഫൈറ്റ് ബാക്ക് വരികയാണ്. എയ്സിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ എയ്സിൻ്റെ ലീഡ് കുറഞ്ഞു വരും. വേണം അവിടെ ബഡ്ഡിയുടെ സൈഡിൽ നിന്ന് ലീഡ് കുറച്ച് കൊണ്ടുവരികയാണ്. അവിടെ വീണ്ടും ഫൈറ്റ് ബാക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബഡ്ഡി അവിടെ ടിപ്പ് എടുത്ത് നിൽക്കണം. ബഡ്ഡി എന്ന് സ്പെക്കാം. ബഡ്ഡി അവിടെ എന്താണ് ചെയ്യുന്നത്? ബഡ്ഡി അവിടെ ടിപ്പ് എടുക്കാതെ ഒരു പൊസിഷൻ റിവീൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ റൊട്ടേഷൻ ചെയ്തുകൊണ്ട് തന്നെ അവിടെ വീണ്ടും ടാഗ് കിട്ടുകയാണ് ബഡ്ഡിയുടെ സൈഡിൽ നിന്ന്. അവിടെ വീണ്ടും നല്ല രീതിയിൽ ടാഗ് കൊടുത്ത് ഓടെ അടിച്ചിട്ടിരിക്കുകയാണ് എയ്സ് നമ്മുടെ ബഡ്ഡീനെ. വീണ്ടും 8 പോയിന്റ് ലീഡ് നിലനിർത്തുകയാണ് നമ്മുടെ ഈസ്. അവിടെ എന്ത് വേണം സംഭവിക്കാം. ബഡ്ഡീനെ നമുക്ക് സ്പെക്കാം. ബഡ്ഡി അവിടെ സ്പോൺ ആയിട്ടുണ്ട്. ബഡ്ഡീനെ വീണ്ടും അടിച്ചിടുകയാണ്. ബഡ്ഡിക്ക് നല്ല പിങ് ഇഷ്യൂ ഉണ്ടെന്ന് തന്നെ തോന്നുന്നത്. കാരണം 6 വാച്ചിങ് ഇന്ന് 10 വാച്ചിങ് കൊണ്ടായിരുന്നെന്ന് പറയാനായിട്ട് സാനിറ്ററി സ്ട്രീമിൽ. എനിക്കറിയത്തില്ല, ടോറസാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, എനിക്കറിയത്തില്ല. ഞാൻ വ്യൂ കൗണ്ടർ സെറ്റ് ചെയ്യണം, എനിക്കും കൂടെ കാണണം വ്യൂവേഴ്സ് എത്ര പേരുണ്ടെന്ന്. എയ്സിനെ നമുക്ക് സ്പെക്ക് ചെയ്യാം. എയ്സ് എന്ന് പറയണത് ഫുള്ള് മോഡ്സ് ആണെന്ന് അത് നോക്കണ്ട, 6 പേരും ഉണ്ടല്ലോ അതിന് തരട. ബഡ്ഡീനെ വീണ്ടും അടിച്ചിടാൻ ബഡ്ഡി അവിടെ ഫൈറ്റ് ബാക്ക്. ബഡ്ഡി വീണ്ടും ഒരു പോയിന്റ് എടുത്തിങ്ങനെ 2.5 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുക. നമുക്ക് ബഡ്ഡിക്ക് 8 പോയിന്റ് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നിലവിലുള്ള ചോദ്യം. ബഡ്ഡിക്ക് എടുക്കാൻ പറ്റും. ബഡ്ഡി അവിടെ ഹീലപ്പ് ആവുന്നുണ്ട്. അവിടെ നെയ്സ് ഒരു നെയ്ഡ് കുക്ക് ചെയ്യുന്നുണ്ട്. ഒരു പൊസിഷൻ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരു ചുരുമോ ഒരു പ്രൈക്ക് ഒരു നെയ്ഡ് ഇടുകയാണ്. അവിടെ വീണ്ടും എയ്സിൻ്റെ സൈഡിലോട്ട് ഒരു നെയ്ഡ് ഇടുകയാണ്. നല്ല രീതിയിൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അവിടെ കറക്റ്റ് സമയത്ത് എയ്സ് എസ്കാപ്പ് ആയതുകൊണ്ട് മാത്രം അവിടെ എയ്സിന് പണി കിട്ടില്ല. എയ്സ് വീണ്ടും നമ്മുടെ ബഡ്ഡീനെ അടിച്ചിരിക്കുകയാണ്. അവിടെ മൊത്തം 9 പോയിന്റ് ലീഡ്. 9, 1, 2 എന്നല്ല 9 പോയിന്റ് ലീഡ് വീണ്ടും നിലനിർത്തുകയാണ് നമ്മുടെ എയ്സ്. വീണ്ടും നമ്മുടെ ബഡ്ഡീനെ അടിച്ചിട്ടിരിക്കുകയാണ്. അവിടെ 9 10 പോയിന്റ് ലീഡാണ് പേസിനുള്ളത്. മിക്കവാറും ഒരു ഡോമിനൻറ്റ് വിക്ടറി. ഡോമിനൻ്റ് എന്ന് വെച്ചാൽ ഒന്ന് ചെറിയ ഡോമിനൻസ് ചെയ്യുന്നില്ല, വലിയ രീതിയിലുള്ള ഡോമിനൻസ് എടുത്ത് തന്നെ എയ്സ് ജയിക്കാൻ ചാൻസ് ഉണ്ട്. എയ്സ് വീണ്ടും ഒരു നീഡ് ഇട്ടിട്ടുണ്ട്. അത് പക്ഷേ ഏൽക്കുന്നില്ല, ഒരു കണ്ടെയ്നർ കവറുള്ളതുകൊണ്ട് അവിടെ ബഡ്ഡിക്ക് വീണ്ടും അടിച്ച് ഫിനിഷ് ചെയ്യുന്നത് ഈസ് ഒരു എയ്സ് ഓസം. ഈസ് എന്ന് പറഞ്ഞാൽ OP ഓവർ പവേഡ് എന്നൊക്കെ പറയുമ്പോൾ ഈസ് ശരിക്കും ഓവർ പവേഡാണ്. iPhone XR അഡ്വാൻറ്റേജ് ലോപ്പിംഗ് ഉള്ളതിൻ്റെ അഡ്വാൻറ്റേജ്. അവിടെ വീണ്ടും ഈ ബഡ്ഡീനെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ് ഈസ്. അവിടെ 12 പോയിന്റ്. ഈസ് ഡിവൈസ് നെക്സ്റ്റിംഗ് OP സ്കിൽസ്. അതാണ് ഈസ് എന്ന് പറയുന്നത്. ഇതാണ് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു ഡിവൈസ് പ്ലസ് നൈസ് പിങ് പ്ലസ് OP സ്കിൽസ്. അതാണ് അതിപ്പം സ്കില്ലുണ്ടെങ്കിൽ കൂടെ ഒരു നല്ല ഡിവൈസും OP സ്കിൽസ് ഒരു നല്ല പിങ് ഉണ്ടെങ്കിൽ ഏത് പ്ലെയറിനും നല്ലൊരു പ്ലെയർ ആവാം. പക്ഷേ അത്യാവശ്യം നല്ല കളിക്കണം. ബേസിക് സ്കിൽസ് എല്ലാവർക്കും വേണം. എന്നാൽ ഇങ്ങനെ ബേസിക് സ്കിൽസ് നമ്മുടെ ഈസിനുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഈസിന് അഡ്വാൻറ്റേജ് ഉള്ളത്. ബഡ്ഡീനെ വീണ്ടും സ്പോട്ട് ചെയ്യണം. വീണ്ടും അടിച്ചിട്ടുണ്ട്. അവിടെ 14 പോയിന്റ്. ഒരു 1.5 ഡോമിനൻസി എന്ന് പറയാം. 14 പോയിന്റ്. 1 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കുക. 20 പോയിന്റ് അടിച്ച് ഇവിടെ ഈസിന് ഇപ്പോൾ കളി ഫിനിഷ് ചെയ്യാം.
ഈസ് അവിടെ വീണ്ടും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബഡീനെ ഒരു പോയിൻറ്റും കൂടെ എടുത്താൽ ഈസ് ജയിക്കും. ഈസിന് അവിടെ സ്പ്രിൻറ്റ് ബാക്ക് ഉണ്ട്. ഈസിന് ബഡീനെ അടിച്ചിടാൻ പറ്റും. ഇല്ല ഇല്ല ഇല്ല. ആരാദ്യം അവിടെ 20 പോയിൻ്റ് അടിച്ച് നമ്മുടെ ഈസ് കളി ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 20 പോയിൻറ്റ്. ആ ബഡ്ഡി ഈസ് ജയിച്ചിരിക്കുകയാണ്. നമ്മുടെ TDM മാച്ചസ് ഗ്രേ eSports നടത്തുന്നത്. ഗ്രേ eSportsൻ്റെ അകത്തുള്ളവർക്ക് മാത്രം ഇൻ ക്ലാൻ മാച്ചായിട്ടുള്ള ഗ്രേ eSportsൻ്റെ മാച്ച് നമ്മുടെ ഈസ് ജയിച്ചിരിക്കുകയാണ്. ഗ്രേ ഏസ് ജയിച്ചിരിക്കുകയാണ്. ഒരു 1-1 ഡൊമിനൻസി ഗ്രേ ഏസ് ജയിച്ചിരിക്കുകയാണ്. റൂമിൽ ഐഫോൺ ബാൻ ചെയ്യണം. എടാ പോടാ. ആ ഒരു ലോ ആൻഡ് ഡിവൈസസിൻ്റെ ഉള്ള എല്ലാവരുടെയും പ്രശ്നമാണ്. ഒരു ഹൈ എൻഡ് ഡിവൈസ് വെച്ച് കളിക്കുന്നവർ ഇവന്മാർ മാച്ച് കഴിഞ്ഞിട്ട് നിർത്തണല്ലേ? നിർത്തടേ. ഓക്കെ ശരി എന്നാൽ. അപ്പോൾ നമ്മുടെ ഒഫീഷ്യലായിട്ട് നമ്മുടെ വിന്നറിനെ പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ ഗ്രേസ് ആണ് നമ്മുടെ TDM ടൂർണമെൻറ്റിൻ്റെ വിന്നറായിട്ടുള്ളത്. കൺഗ്രാജുലേഷൻ, ബിഗ് ഷൗട്ട് ഔട്ട്. ഒരു രക്ഷയില്ല. നിങ്ങൾ ഇത്രയും മാച്ച് കളിച്ച് അവസാനം ഫൈനൽ വരെ വന്ന് നമ്മുടെ ബഡ്ഡീനെ അടിച്ചിട്ട് ബഡ്ഡി എടുത്ത് പറയാനുള്ളത് അവസാനത്തെ മാച്ചിൽ തോറ്റുപോയെന്ന് വെച്ചൊന്നും പറയാനില്ല. നിങ്ങൾ ഇത്രയും മാച്ച് കളിച്ചിട്ടാണ് ഇതുവരെ എത്തിയത്. അതുകൊണ്ട് ബഡ്ഡി ഒരു രക്ഷയില്ല. ഹാറ്റ്സ് ഓഫ്. പിന്നെ നമ്മുടെ ഈസ് കൺഗ്രാജുലേഷൻ, ബിഗ് ഷൗട്ട് ഔട്ട്. ഓവറോൾ പൊളി ഒരു രക്ഷയില്ല. ഒപ്പി അതാണ് ഒപ്പിയാണ്. നമുക്ക് സ്ട്രീം റിവാർഡ്സ് ഒന്നും ഇല്ലടാ. ഒരു ഫണ്ണായിട്ട് നടത്തുന്ന ടൂർണമെൻറ്റിൽ ക്ലാൻ്റെ അകത്ത് നടത്തുന്ന ടൂർണമെൻറ്റ് റിവാർഡ്സ് ഒന്നും എടുക്കാൻ. റിവാർഡ്സ് ആണെങ്കിൽ ജോക്കർ സാറിനോട് ചോദിക്കും. ജോക്കർ സാറാണ് നമ്മുടെ ഒഫീഷ്യൽ സ്പോൺസർ. ഈസ് നമ്മുടെ ടീമിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത്. നമുക്ക് റയോട്ട് നമുക്കൊരു സാധനമൊക്കെ പോവാം. തുടങ്ങും. ഞാൻ പോവില്ല. റയോട്ടോ ഓക്കെ ഒരു ക്ലാസിക് കൂടെ കളിച്ചിട്ട് നമുക്ക് സ്ട്രീം നിർത്താം. സ്ട്രീം ആണെന്നവരൊക്കെ ഒന്ന് സ്ട്രീമിലേക്ക് ചെയ്യുക. ഗേൾസ് സൗണ്ട് ആരാന്തോ മേ ബി വീട്ടിലാരെങ്കിലും കാണും. ഹെഡ്ഫോൺ വെച്ചിട്ടുള്ളതുകൊണ്ട് ഇവിടെ എന്താണ് നടക്കുന്നതെന്നൊരു പിടിയും കിട്ടാനില്ലടാ. ഈ ഹെഡ്ഫോൺ ഉണ്ട് എൻ്റെ ഈ സിമ്മിന്. എന്തുവാടാ അങ്ങനത്തെ എനർജി അറിയാം. അതാണ് കൊണ്ട് കൊണ്ടിറക്കണൊക്കെ കൊള്ളാം. ഞാൻ ചാവാതിരുന്നാൽ മതിയായിരുന്നു. ടർബൻ ഡീസൺ സൗണ്ട് ഒരുപോലെ ഉണ്ട്. എടാ അവന്മാർ ഒരേ ക്ലാസ്മേറ്റ് ആണ്ട്രാ, ഒരേ ബെഞ്ചിലാണ് ഇരിക്കണേ. ശരി എന്നാ ഞാൻ ചത്ത്. എടാ മക്കളെ അടിച്ചിട്രാ. എൻ്റെ പൊന്നോ ഫ്രെയിം ഡ്രോപ്പിൻ്റെ അയ്യര് കളി.
ഞാൻ സ്ട്രീമിലൊന്നും നന്നായിട്ട് കളിക്കുന്നില്ല കേസ്. നമുക്ക് ബഡീനെ സ്പെക്ട് ചെയ്യാം. ഒരു രക്ഷയില്ല. മനസ്സിലായില്ല. പിങ് ലോ ഹൈ പിങ് ഉള്ളതിൻ്റെ പ്രശ്നം. ശരി എന്നാ. ഭാഗ്യം ടയർ പ്രൊട്ടക്ഷൻ ഉണ്ട് മനസ്സ്. സ്ട്രീം നടക്കുകയാണ് ഗൈസ്, സ്ട്രീം നടക്കുകയാണ്. നൈസ്. Team match, let's go. എന്തുവാടെ എനിക്ക് നല്ല ഹിറ്റ് കിട്ടുന്നുണ്ട് ഗൈസ്. എൻ്റെ മോനെ എന്തുവാടേ M24 ഒക്കെ വെച്ച് ഇങ്ങനെ കളിക്കാവോ? നമ്മൾ തീരെ ഗതി കെട്ടാൽ മാത്രമേ ഗ്രോസ് എടുക്കാറുള്ളൂ. M24 ഗതി കെട്ടുകൊണ്ടിരിക്കുകയാണ് ഗസ്. എന്തുവാടേ ഇത്രയും ഹിറ്റ് കിട്ടിയിട്ട് ഗ്രോസ് അടിച്ചാവുന്നില്ല. ഞാൻ സ്ട്രീമിൽ കളിക്കുമ്പോൾ എല്ലാം പട്ടിക്കളിയാണ്. അല്ലെങ്കിൽ പിന്നെ നല്ല കളിയാണെന്ന് ചോദിച്ചാൽ ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും സ്ട്രീമിൽ കളിക്കുമ്പോൾ വളരെ ശോകം കളിയാണ്. നമുക്ക് പറഞ്ഞിട്ടുള്ള പോലെ കമൻട്രി ഒക്കെയാണ്. മൂവ്മെൻറ്റ് ലോക്കാണ് കമൻട്രി.
എന്തുവാടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. Marked a location. The red team is in the lead. Marked a location. Right side lala. Hello, welcome back to the stream, guys. Marked a location. Marked a location. അടിപൊളി. നമുക്കേ ഞാൻ എക്സിറ്റ് അടിക്കാൻ പോകണം. Killing spree for the red team. എക്സിറ്റ് അടിപൊളി. സബ്സ്ക്രിപ്ഷൻ കോളങ്ങ് ഓഫ് ചെയ്ത് വെച്ച്. ഓക്കെ ശരി. സബ്സ്ക്രിപ്ഷൻ കോളങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നകം ചേച്ചും കയറൂ. അവിടെ റയോട്ട് മാച്ച് ഇൻ പ്രോഗ്രസ്. ഓക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലുമൊക്കെ വരുമോ? ബഡ്ഡി സാറൊന്ന് വരട്ടെ. ബഡ്ഡി സാറ് എനിക്കൊന്ന് വന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ സ്ട്രീം കാണുന്നുണ്ടെങ്കിൽ സ്ട്രീം ഒന്ന് ലൈക്ക് ചെയ്യും. കളിക്കാം. റയോട്ട് മാച്ചിൽ കയറി ഗ്രൗണ്ട് തന്നെ എന്ത് കളിക്കുന്ന ഹലോ 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 കളിക്കാം, സീനില്ല. ഒരു കസ്റ്റംസ് ലൈവ് ചെയ്യാൻ പറ്റുമോ? ഐഡി പാസ് ഞാൻ വാട്സാപ്പ് ഇട്ടുതരാം. ഒരു കസ്റ്റംസ് ലൈവ് ചെയ്യാൻ പറ്റുമോ? വരും വെയിറ്റ്. അവർ ഇതാണ് ഗ്രൗണ്ടാണ് വെയിറ്റ് ചെയ്യാൻ. അവിടെ നേടേ കസ്റ്റംസ് ലൈവ് ചെയ്യാൻ പറ്റുമോ? ഡോട്ടക്റ്റിൻ്റെ പെട്ടെന്ന് പറ. മെസ്സേജ് അയക്കടേ. വെയിറ്റ് ഞാൻ ഒരു മാച്ച് സ്ട്രീം പോട്ടെ. ഞാൻ ഈ സ്ട്രീം ക്യാൻസൽ ചെയ്തിട്ട് പുതിയ സ്ട്രീമായിട്ട് വരാം. ഈ സ്ട്രീം ഓപ്പ് ചെയ്യട്ടെ. സ്ട്രീം സ്റ്റോപ്പ് ചെയ്യട്ടെ.